ഹലോ ഹായ് KL14 മലബാർ ഫുഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ചീസി മയോണൈസാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു മുട്ട എടുത്തിട്ടുണ്ട്. മുട്ട എടുക്കുമ്പോൾ ഫ്രിഡ്ജിൽ വെച്ച മുട്ട എടുക്കണ്ട. ഇനി ഫ്രിഡ്ജിൽ വെച്ചതെങ്കിൽ 2-3 മണിക്കൂർ മുന്നേ അങ്ങ് പുറത്ത് വെക്കണം. പിന്നെ മിക്സിൻ്റെ ചെറിയ ജാറിൽ ചട്നി ജാറ് അത് നല്ലപോലെ തുടച്ച പിന്നെ അതിലേക്ക് മുട്ട ഒഴിച്ചു കൊടുക്കണം. പിന്നെ 1/4 ടീസ്പൂണിൻ്റെ പകുതി ഉപ്പ്, അത്ര തന്നെ കുരുമുളക് പൊടി, അത്ര തന്നെ പഞ്ചസാര ഒരേ അളവിൽ ഞാൻ ഇട്ട് കൊടുത്ത്. പിന്നെ 2 അല്ലി വെളുത്തുള്ളിയില്ലേ, അത് തൊലിയെല്ലാം കളഞ്ഞിട്ട് ചെറിയ ചെറിയ കഷ്ണാക്കിയിട്ട് അതും ഇട്ട് കൊടുത്ത്. പിന്നെ മൂടിയിട്ട് 15 സെക്കൻഡ് ഫുള്ള് സ്പീഡിലൊന്ന് കറക്കിയിട്ട് എടുക്കണം. പിന്നെ ഇതിലേക്ക് റിഫൈൻഡ് ഓയിൽ വേണം, അതായത് ഫ്ലേവർ ഇല്ലാത്ത എണ്ണ 125 ml, 1/2 കപ്പ്. എന്നിട്ട് അതിൻ്റെ ഒരു ഭാഗം ഞാൻ ആദ്യം ഒഴിച്ചു കൊടുത്തിട്ട് മൂടിയിട്ട് ഫുള്ള് സ്പീഡിൽ 15 സെക്കൻഡ് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്ത്. ഇനി രണ്ടാമത്തെ ഭാഗം ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് ഫുള്ള് സ്പീഡിൽ തന്നെ വീണ്ടും ഒരു 15 സെക്കൻഡ് ഒന്ന് കറക്കിയിട്ട് എടുക്കണം. ഇനി ഞാൻ മൂന്നാമത്തെ ഭാഗം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതും നല്ലപോലെ ഫുള്ള് സ്പീഡിൽ 15 സെക്കൻഡ് കറക്കിയിട്ട് കൊടുക്കണം. ഇനി ബാക്കി നാലാമത്തെ ഭാഗം, അപ്പം 4 ഇട്ടാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. നാലാമത്തെ ഭാഗം ഒഴിച്ചു കൊടുത്താൽ പിന്നെ അതേപോലെ തന്നെ ഫുള്ള് സ്പീഡിൽ തന്നെ 15 സെക്കൻഡ് കറക്കിയിട്ട് എടുക്കണം. പ്രത്യേകം ശ്രദ്ധിക്കണം, ഓരോ പ്രാവശ്യം കറക്കുമ്പോൾ 15 സെക്കൻഡാണ് കറക്കേണ്ടത്. അതായത് 15 എണ്ണുന്ന സമയം. ഇതാ കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ട് മയോണൈസ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ആദ്യം മുട്ട ഒഴിച്ചിട്ട് 15 സെക്കൻഡ്, പിന്നെ ഓയിൽ ഒഴിച്ചിട്ട് 4 പ്രാവശ്യം 15 സെക്കൻഡ്, മൊത്തത്തിൽ 1 മിനിറ്റ് 15 സെക്കൻഡ്. മനസ്സിലായില്ലേ? ഇനി ഇതിലേക്ക് ഫ്രഷ് ക്രീം 3 ടേബിൾ സ്പൂൺ ഞാൻ ഒഴിച്ചു കൊടുത്ത് നല്ല ക്രീമി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. മനസ്സിലായില്ലേ? പിന്നെ ഇതിലേക്ക് വേണ്ടത് ചീസിൻ്റെ സ്ലൈസ് മേങ്ങാൻ കിട്ടും. ഏത് കമ്പനിയും കുഴപ്പമില്ല, ഇതുപോലത്തത് അത് 2 സ്ലൈസ് ഇട്ട് കൊടുക്കണം. പിന്നെ അതും ശ്രദ്ധിക്കണം, ഫ്രീസറിൽ വെച്ചതോ ഫ്രിഡ്ജിൽ വെച്ചതായെങ്കിൽ ഇത് കറക്റ്റ് പാകമായിട്ട് കിട്ടില്ല. നോർമൽ ടെമ്പറേച്ചറിലേക്ക് കൊടുന്ന് പിന്നെ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് അതും ഇട്ട പിന്നെ ഒരു 20 സെക്കൻഡ് ഫുള്ള് സ്പീഡിലൊന്ന് കറക്കിയിട്ട് എടുക്കണം. അപ്പോഴത്തേക്ക് നമ്മൾ ചീസി മയോണൈസ് റെഡിയായി. ഇത്രയേ ഉള്ളൂ മക്കളെ, ഭയങ്കര ടേസ്റ്റാണ്. ബ്രെഡിൻ്റെ ഒക്കെ എല്ലാം കൂട്ടി തേച്ച് കഴിക്കാൻ വേണ്ടിയിട്ടില്ല, എന്തോ ഒരു പാങ്ങന്നെ. എൻ്റെ എല്ലാ കൂട്ടുകാരും ഈ രീതിയിലൊന്നും മയോണൈസ് ഉണ്ടാക്കണം. എന്നിട്ട് നിങ്ങളുടെ വിലയേറിയ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ഹൈപ്പ് എന്നൊരു ഓപ്ഷൻ ഉണ്ടല്ലോ, അത് എനേബിൾ ആക്കണം. അപ്പോൾ നല്ല നല്ല കുഞ്ഞു കുഞ്ഞു വീഡിയോസൊക്കെ ഞാൻ വീണ്ടും നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും എൻ്റെ ഈ വീഡിയോക്ക് നല്ലൊരു കമൻറ്റും കൂടി രേഖപ്പെടുത്തണം. അപ്പോൾ വീണ്ടും കാണാം. ബൈ ബൈ.